ഇവിടെ നോക്കിയടാ അപർണ ഈസ് ഗോയിങ് ടുവേഴ്സ് നോർത്ത് ഈസ്റ്റ്. നോർത്ത് ഈസ്റ്റ് നമ്മുടെ ഡയറക്ഷൻ, നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. ഇത് ഇങ്ങനെ പെട്ടെന്ന് പിടിക്കുന്നത് നോക്കണ്ട. നോർത്ത് ഈസ്റ്റ് ആണ് നമുക്ക് ചോദിച്ചാൽ എന്താണ് ഫേസിന്റെ ഡയറക്ഷൻ. അപ്പോൾ മാറ്റമൊന്നുമില്ല. നമ്മൾ നോർത്ത് ഈസ്റ്റ് അല്ലെ, നോർത്ത് ഈസ്റ്റ് നമ്മൾ എഴുതി. ഇനി എങ്ങോട്ടേക്കാണ് തിരിഞ്ഞ് നോക്കാം. ഫസ്റ്റ് എങ്ങോട്ടാ ഇരുന്നത്? ആദ്യമേ എങ്ങോട്ടായിരുന്നു നോക്കിയാൽ ലെഫ്റ്റിലേക്കാണ്. അപർണ ആദ്യമേ ഇരുന്നത് ലെഫ്റ്റിലേക്കാണ് അല്ലെ. പിന്നെ രണ്ടാമത് എങ്ങോട്ടാ ഇരുന്നത്? രണ്ടാമത് തിരിഞ്ഞത് ലെഫ്റ്റിലേക്കാണ്. രണ്ടാമത് ലെഫ്റ്റിലേക്ക് ഇരിഞ്ഞു. മൂന്നാമത് എങ്ങനെ റൈറ്റിലേക്ക് ഇരിഞ്ഞു. പിന്നെ റൈറ്റിലേക്ക് ഇരിഞ്ഞു അല്ലെ. ഫൈനലി ലെഫ്റ്റ്, ലാസ്റ്റ് എന്താ ലെഫ്റ്റിലേക്ക് അല്ലെ. അപ്പൊ ഇവിടെ ഒരു റൈറ്റും ഒരു ലെഫ്റ്റും നമ്മൾ ക്യാൻസൽ ചെയ്താൽ ബാക്കി ഇവിടെ ശ്രദ്ധിക്കുക, രണ്ട് ലെഫ്റ്റ്. ഞാൻ പറഞ്ഞു രണ്ട് റൈറ്റോ രണ്ടോ ലെഫ്റ്റോ എന്തായിരിക്കും, അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും അല്ലെ. അപ്പൊ ഓപ്പോസിറ്റ്, അപ്പൊ നോർത്ത് ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആടാ. അപ്പൊ പല വിദ്യാർത്ഥികൾ വീണ്ടും എടുക്കുക, ഇങ്ങനെയൊക്കെ വരച്ചൊക്കെ നോക്കടാ. ഏടാ ഇത് നോർത്ത് ആണ് അല്ലെ, ഇതപ്പോ സൗത്ത് ആണ്, ഇത് ഈസ്റ്റ് ആണ്, ഇത് വെസ്റ്റ് ആണ് അല്ലെ. നോർത്ത് ഈസ്റ്റിൽ നിന്ന് ഇവിടെ വരും, നോർത്ത് ഈസ്റ്റ് ഇവിടെയാണ് അല്ലെ. അപ്പൊ നോർത്ത് ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ആയിക്കൂടാ, ഇവിടെ അല്ലെ, സൗത്ത് വെസ്റ്റ് ഇങ്ങനെ വരച്ച് വെച്ച്. ഇതൊന്നും പഠിക്കേണ്ട ആവശ്യം, ഇതൊന്നും ചെയ്യേണ്ട, ഇത് മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇല്ലെങ്കിൽ ഞാൻ ഒരു ട്രിക്ക് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇത് കണ്ടുപിടിക്കാനുള്ള. ഇവിടെ ശ്രദ്ധിക്കുക, നോർത്ത് ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് നോർത്ത് അറിയാലടാ. അപ്പൊ നോർത്തിന്റെ ഓപ്പോസിറ്റ് ആ വരുന്നത്, നോർത്തിന്റെ ഓപ്പോസിറ്റ് സൗത്ത്, അത് നിങ്ങൾക്ക് അറിയാം അല്ലെ, സൗത്ത് ആണ്. അപ്പൊ സൗത്ത്. ഇനി അടുത്ത് നോക്കിയാ ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് എന്താ പറയുന്നത്? ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് വെസ്റ്റ് ആണ്, അത് നിങ്ങൾക്ക് അറിയാം അല്ലെ. അപ്പൊ സൗത്ത് വെസ്റ്റ്. ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് വെസ്റ്റ് ആണ് അല്ലെ. അപ്പൊ സൗത്ത് വെസ്റ്റ്. നോർത്തിന്റെ ഓപ്പോസിറ്റ് സൗത്ത്, ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് വെസ്റ്റ്. അപ്പൊ നോർത്ത് ഈസ്റ്റിന്റെ ഓപ്പോസിറ്റ് സൗത്ത് വെസ്റ്റ്. ക്ലിയർ ആണോ? ഇത്രയുള്ള വളരെ സിമ്പിൾ ആണ് ഏത് ഡയറക്ഷന്റെ പ്രോബ്ലംസ് എല്ലാം അല്ലെ. അപ്പൊ ഇതുപോലെ സിമ്പിൾ ആയിട്ടായിരിക്കും നമ്മൾ നിങ്ങളെ റോംബസ് പഠിപ്പിക്കുന്നത്.